സ്നോ വൈറ്റും 7 കുള്ളന്മാരും. ഒരു രാജ്യത്ത് സുന്ദരിയായ ഒരു രാജകുമാരി സ്നോ വൈറ്റ് ജീവിച്ചിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവളെ അവളുടെ ചിറ്റമ്മയായ ഹെൽഗയാണ് വളർത്തി വലുതാക്കിയത്. ഹെൽഗ സ്നോ വൈറ്റിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. ഹെൽഗയ്ക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. അവൾ ദിവസവും അതിനോടൊരു ചോദ്യം ചോദിക്കും. മാന്ത്രിക കണ്ണാടിയെ, ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല സുന്ദരി ആരാണെന്ന് പറഞ്ഞാലും. മഹാറാണി, നിങ്ങൾ എത്ര ക്രൂരത കാണിച്ചാലും നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. സ്നോ വൈറ്റും വളർന്നു വലുതായി. അന്നും പതിവ് പോലെ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചു. പക്ഷേ ഇത്തവണ കണ്ണാടിയുടെ ഉത്തരം മറ്റൊന്നായിരുന്നു. മഹാറാണി, സ്നോ വൈറ്റ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. ഹെൽഗയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു സ്നോ വൈറ്റ്. അവൾക്ക് വിശപ്പും ദാഹവും തോന്നാൻ തുടങ്ങി. അപ്പോൾ അങ്ങ് അകലെ അവൾ ഒരു ചെറിയ വീട് കണ്ടു. അവൾ ഓടി ആ വീട്ടിൽ ചെന്നു. വീട്ടിനുള്ളിൽ ആരുമില്ല. ഒരു മേശപ്പുറത്ത് 7 പ്ലേറ്റും 7 കത്തിയും ഭക്ഷണവും ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിശപ്പ്, ആദ്യം ഭക്ഷണം കഴിക്കാം. അവൾ ആ ഭക്ഷണം മുഴുവനും തിന്നു തീർത്തു. അടുത്ത മുറിയിൽ 7 ചെറിയ മെത്തകളുണ്ടായിരുന്നു. അവ ഒന്ന് ചേർത്ത് അതിൽ കിടന്നുറങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. ആ വീട്ടിൽ വസിച്ചിരുന്ന 7 കുള്ളന്മാർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നീ ആരാണ്? എന്റെ പേര് സ്നോ വൈറ്റ്. എന്റെ ചിറ്റമ്മയാണ് എന്നെ ഈ കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. നീയാണോ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ തിന്നു തീർത്തത്? അതെ, എന്നോട് ക്ഷമിക്കണം. നിനക്കിവിടെ തന്നെ കഴിയാം. നിനക്കിവിടെ യാതൊരു ആപത്തും സംഭവിക്കില്ല. അതേസമയം കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചു. അതിനാ മാന്ത്രിക കണ്ണാടി, മഹാറാണി, ഇടതൂർന്ന കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്നോ വൈറ്റ് ആണ് അതിസുന്ദരി. സ്നോ വൈറ്റ്, ഇത്തവണ നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഹെൽഗ പ്രച്ഛന്ന വേഷത്തിൽ സ്നോ വൈറ്റിന്റെ പക്കൽ ചെന്നു. വിഷം പുരട്ടിയ ഒരു ചീപ്പും കയ്യിലുണ്ടായിരുന്നു. മോളെ, നിന്റെ തലമുടി കാണാൻ എന്തൊരു ചന്തമാണ്. ഇതാ, ഈ ചീപ്പ് ഉപയോഗിച്ച് അത് ചെയ്യുക. ചീപ്പ് തലയിൽ വെച്ച ഉടനെ സ്നോ വൈറ്റ് ബോധം കെട്ടു വീണു. വൈകുന്നേരം കുള്ളന്മാർ തങ്ങളുടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ബോധം കെട്ട് വീണ് കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ട് സ്തംഭിച്ചുപോയി. ഇത് തീർച്ചയായും ആ റാണിയുടെ പണി തന്നെ ആയിരിക്കും. ഇത് കണ്ടോ? സ്നോ വൈറ്റിന്റെ തലയിൽ നിന്ന് അവർ ആ ചീപ്പ് എടുത്തു. ഉടനെ സ്നോ വൈറ്റ് കണ്ണു തുറന്നു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടിക്കായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. മഹാറാണി, നിങ്ങൾ ഒരു നല്ല തന്ത്രശാലി ആയിരിക്കാം. പക്ഷെ കാട്ടിലുള്ള സ്നോ വൈറ്റ് തന്നെയാണ് അതീവ സുന്ദരി. ഇല്ല, ഇതൊരിക്കലും സത്യമായിരിക്കില്ല. സ്നോ വൈറ്റ്, ഇത്തവണ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വീണ്ടും ഹെൽഗ ഒരു കുട്ട നിറച്ച് വിഷം കലർന്ന ആപ്പിളും എടുത്തുകൊണ്ട് സ്നോ വൈറ്റിന്റെ വീട്ടിലെത്തി. ഓ മോളെ, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. ഇതാ, ഈ ആപ്പിൾ കഴിക്ക്. നന്ദി, എനിക്ക് നല്ല വിശപ്പുണ്ട്. സ്നോ വൈറ്റ് ആപ്പിൾ ഒന്ന് കടിച്ചു. ഉടനെ ബോധം കെട്ട് താഴെ വീണു. ഇത്തവണ ആർക്കും അവളെ രക്ഷിക്കാനാവില്ലെന്ന സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ഹെൽഗ മടങ്ങി. വൈകുന്നേരം പതിവ് പോലെ കുള്ളന്മാർ മടങ്ങിയെത്തി. എല്ലാവർക്കും വല്ലാത്ത ദുഃഖം തോന്നി. സ്നോ വൈറ്റിനെ മെത്തയിൽ കിടത്തിയിട്ട് അവൾക്ക് ചുറ്റുമിരുന്ന് കരയാൻ ആരംഭിച്ചു. അപ്പോൾ ആ വഴി വന്നുകൊണ്ടിരുന്ന ഒരു രാജകുമാരൻ ഈ ദൃശ്യം കണ്ട് അരികിലേക്ക് ചെന്നു. എന്തൊരു സുന്ദരിയാണിവൾ! ആരാണിവൾ? കുള്ളന്മാർ നടന്ന സംഭവങ്ങൾ മുഴുവനും രാജകുമാരനോട് പറഞ്ഞു. രാജകുമാരന് സ്നോ വൈറ്റിനോട് സ്നേഹം തോന്നി. അവളുടെ കവിളിൽ ഉമ്മ വച്ചു. ഉടനെ സ്നോ വൈറ്റ് എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന ആപ്പിൾ കഷ്ണം പുറത്തേക്ക് വന്നു വീണു. എനിക്ക് എന്താണ് സംഭവിച്ചത്? മരിച്ചുപോയി. അല്ല, ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. കുള്ളന്മാർ ആടിപ്പാടി ആഘോഷിച്ചു. സ്നോ വൈറ്റിനെയും കുള്ളന്മാരായ കൂട്ടുകാരെയും രാജകുമാരൻ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അവരെല്ലാവരും ആഹ്ലാദത്തോടെ ജീവിച്ചു. കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചിട്ട് അത് തന്റെ പേരുച്ചരിക്കുമെന്ന പ്രത്യാശയോടെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ, അല്ലയോ മഹാറാണി, നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും സ്നോ വൈറ്റ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. ആക്രോശപ്പെട്ട് ഹെൽഗ മാന്ത്രിക കണ്ണാടി എറിഞ്ഞു പൊട്ടിച്ചു. ഒരു ചെറിയ മുറിയിൽ സ്വയം ബന്ധനസ്ഥയായി മരണം വരെ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞു.